എന്റെ വക്കീൽ കോട്ടണിക്ക് നര അത് കാണിക്കാൻ എന്തെങ്കിലും ഉത്സവം നമ്മളൊക്കെ നര ഒളിപ്പിക്കാൻ നോക്കും. താജ്മഹൽ പണിയാ. ഉച്ചിക്കെട്ടി പാരോതി 12 ചുട്ടോടി. എന്റെ മുടിക്ക് ഇത്ര എളുപ്പ ചട്ടിക്കലൊക്കെ ഇതിപ്പോ അശ്വസിച്ച് മുതലാളി വൃന്ദ തൊഴിലാളി ഞാൻ കരുതി എന്നെ കുറിച്ച് നല്ലത് പറയുമായിരിക്കും. കുളിപ്പിച്ച് എന്നെ അയച്ചിട്ട് കൊച്ചില്ലാതൊക്കെ ജീവിതത്തിൽ ആദ്യമായി ചാട് ചാറിക്കരുത് ഒരാളുടെ കാല് പിടിക്കാൻ പോന്നെ. ഹലോ മക്കളെ, എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഞാനും ഏട്ടനും ഇപ്പൊ എങ്ങോട്ടാ പോന്നേന്ന് ചോദിച്ചാല്, പ്രായമൊക്കെ ആയില്ലേ, തലേ കുറെ നരയൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കറുപ്പിക്കാനല്ല, ഒന്ന് ചുമപ്പിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഹെന്ന ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇതുവരെ മുന്നേ ചെയ്തിട്ടില്ല, കാരണം മുന്നേ നരയൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പം അവിടെ ഇവിടെയൊക്കെ ഓരോ ചുമന്നല്ല വെളുത്ത മുടികളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ ഒന്ന് ചുമപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഏട്ടൻ എൻ്റെ കൂടെ വരുന്നില്ല, ഏട്ടന് ജോലിക്ക് പോകേണ്ട ദിവസമാണ്. അതുകൊണ്ട് പറഞ്ഞു എന്നെ അവിടെ കൊണ്ടുപോയി തട്ടിയിട്ട് പോകാമെന്ന്. അയ്യോ, തട്ടിയിട്ടെന്ന് പറഞ്ഞാൽ കൊന്നിട്ടല്ല കേട്ടോ, അവിടെ കൊണ്ടുപോയി ഇറക്കിയിട്ട് പോവാന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഹെന്ന ചെയ്യൽ മാത്രമല്ല ഇന്നത്തെ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, എൻ്റെ കാല് ഫുൾ ക്രാക്സും അതുപോലെ തന്നെ അഴുക്കും ഒക്കെയാണ്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് പെഡിക്യൂറും ചെയ്യണം. അപ്പോൾ ഈ ചിന്തയെല്ലാം എൻ്റെ മനസ്സിലോട്ട് വന്നപ്പോൾ ഞാൻ ആദ്യം തന്നെ മെസ്സേജ് അയച്ചത് വൃന്ദയ്ക്കാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, കാരുവേലിലുള്ള ഒരു ബ്യൂട്ടി പാർലറാണ് മന്ത്ര ബ്യൂട്ടി ലോഞ്ച് എന്ന് പറയുന്നത്. അപ്പം അവിടുത്തെ ആളാണ് വൃന്ദ എന്ന് പറയുന്നത്. ഓണർ കം സ്റ്റാഫ് കം എന്ത് വേണേലും പറയാം. അപ്പോൾ ഇതാണ് വൃന്ദ. അപ്പോൾ ഞാൻ വൃന്ദയ്ക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, വൃന്ദ എൻ്റെ കാലിൽ ഫുൾ ഇങ്ങനെ കുഴപ്പമാണ്. അപ്പോഴേ പറഞ്ഞ് പുള്ളിക്കാരി കയറി വാ, നമുക്ക് സെറ്റാക്കാം, അടിപൊളിയാക്കാം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചതാണ്. അങ്ങനെ ഒരു ദിവസം ടൈം കിട്ടിയപ്പം ഞാൻ താണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തലയിൽ ഹെന്നയുടെ പാക്ക് ഇടണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാലിൽ പെഡിക്യൂറൊക്കെ ചെയ്യണം. എൻ്റെ വക്കീൽ കോട്ടണിക്ക് അപ്പോൾ ഈ കാണുന്നതാണ് അശ്വതി ചേച്ചി. അശ്വതി ചേച്ചി നമ്മുടെ മൺട്രോത്തുരുത്തി ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ്. ആ ടൈമിൽ അവിടുത്തെ സ്റ്റാഫായിരുന്നു ചേച്ചി കേട്ടോ. ഇപ്പോൾ സ്റ്റാഫൊക്കെ മാറിയിട്ടുണ്ട്, പുള്ളിക്കാരിക്ക് വരുന്ന കുറച്ച് അസൗകര്യങ്ങളൊക്കെ കൊണ്ട് സ്റ്റാഫൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആ ടൈമിൽ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, തലയിൽ കാണുമ്പോൾ ഒരുപാട് നര തോന്നത്തില്ല, പക്ഷേ ഇത് കണക്ക് അവിടെ ഇവിടെയൊക്കെ കണ്ടോ ഓരോ നരയൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കിത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത്രയും നര എൻ്റെ തലയിലുണ്ടായിരുന്നെന്ന്. അപ്പം അതെല്ലാം ഒന്ന് ചുമപ്പിച്ച് കളയാവുന്ന രീതിയിൽ നമ്മൾ താണ്ടെ ഹെന്നയുടെ പാക്ക് തലയിലോട്ട് ഇടുകയാണ്. എന്റെ മുടിയിലോട്ട് താജ്മഹൽ പണിയാ. എനിക്ക് അവിടെ തന്നെ വീണ്ടും വീണ്ടും പോകാൻ ഇഷ്ടമുള്ളൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഭയങ്കരമായിട്ട് കോമഡിയൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്തിരിക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു വൈബിന് പറ്റിയ ആൾക്കാരാണ് വൃന്ദയും വൃന്ദയുടെ ടീമും കേട്ടോ. അതുകൊണ്ട് എനിക്ക് എപ്പോഴും അവിടെ പോയി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഉച്ചിക്കെട്ടി പാരോതി 12 ചുട്ടോടി. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വൃന്ദ ആ ടൈമിൽ, ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ആണ്. അപ്പം അന്ന് വൃന്ദ എനിക്ക് തോന്നുന്നു 7 month or 8 month പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം ഡോക്ടർ റെസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിക്ക്. അപ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരിയോട് ആ റെസ്റ്റ് പറഞ്ഞെങ്കിലും ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഓടി വന്ന് എല്ലാം നമുക്ക് സെറ്റായിട്ട് ചെയ്തു തന്നു കേട്ടോ. അല്ലെങ്കിൽ സ്റ്റാഫുണ്ട്, പുള്ളിക്കാർ ചെയ്യട്ടെ, അങ്ങനെ ഒന്നും കരുതുന്ന ഒരാളല്ല. അത്രയ്ക്ക് വർക്കിനോട് 100% അല്ലെങ്കിൽ ഒരു 200% കൊടുക്കുന്ന ഒരാളാണ് നമ്മുടെ വൃന്ദ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ അടുത്തെല്ലാം ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇത് കഴിഞ്ഞ് അത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹെയറിന് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു അവർക്ക്. എങ്കിലും അവരൊട്ടും ബോറടിക്കാതെ അല്ലെങ്കിൽ നമുക്ക് നല്ലപോലെ ചെയ്തു തരുന്ന രീതിക്ക് എല്ലാം വൃത്തിയായിട്ട് ചെയ്തു തന്നു കേട്ടോ.
ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മുടിക്ക് അത്യാവശ്യം ലെങ്ത് ഉള്ളത് കൊണ്ട് നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പരിപാടി തന്നെ ആയിരുന്നു ഈ ഹെന്നയിടൽ എന്ന് പറയുന്നത്. രണ്ടുപേര് രണ്ട് സൈഡിൽ നിന്ന് നല്ലപോലെ പണിപെട്ടിട്ടാണ് ഇതെല്ലാം കൂടെ ചുറ്റിക്കെട്ടി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത്രയും നേരം ഞങ്ങൾക്ക് ഒരു ബോറടി ഇല്ലായിരുന്നു കേട്ടോ. എൻ്റെ ചളിയടി അങ്ങോട്ട് നടക്കുന്നു, അവരുടെ ചളിയടി ഇങ്ങോട്ട് നടക്കുന്നു. കാരണം ഞങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് സംഭവം തന്നെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അല്ലാതെ നമുക്കൊരു പാർലറിൽ ചെന്നിരുന്ന് നമ്മളെന്തോ അറിയാത്തവരുടെ ഇടയിൽ ഇരിക്കുന്ന കണക്കൊന്നും തോന്നിയില്ല. അതെനിക്ക് ഫസ്റ്റ് ടൈം വൃന്ദയുടെ അടുത്ത് വന്നപ്പോൾ തന്നെ ഫീൽ ചെയ്തൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെയും ഇവിടെ തന്നെ വരുന്നത് കേട്ടോ. കാരണം നമുക്കൊരു ഫ്രണ്ട്സിൻ്റെ ഇടയിലിരുന്ന് ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിച്ച അല്ലെങ്കിൽ കോളേജിൽ പഠിച്ച നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് എങ്ങനെ നമ്മൾ കാര്യം പറയും, എനിക്ക് അതേ കണക്കാണ് ഒരു 1.5 വർഷം പരിചയമുള്ള വൃന്ദയുടെ കൂടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയാണ് നമ്മൾ മെയിൻ പരിപാടിയിലോട്ട് കടക്കാൻ പോകുന്നത്. ഹെന്നയിടലിനേക്കാളും എനിക്ക് മുഖ്യം അതായിരുന്നു ബിഗിലെ കാലിൽ പെഡിക്യൂർ ചെയ്യണം. അത് കഴിഞ്ഞൊരു കിടിലം മസാജൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണിനി. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ലൈഫിൽ ചെയ്യുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എനിക്കത് നല്ല പോലെ. ചട്ടിക്കലൊക്കെ എനിക്ക് എണീക്കാന്ന് ഞാൻ ഇവിടെ ഇരിക്കാം. ഇതിപ്പോ അശോചിച്ച് മുതലാളി വൃന്ദ തൊഴിലാളി ഞാൻ ഭയങ്കര അങ്ങനെയാ. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് നല്ലത് പറയുമായിരിക്കും. വേണ്ട കുളിപ്പിച്ച് എന്നെ അയച്ചിട്ട് കൊച്ചില്ലാതൊക്കെ. നമ്മൾ വീട്ടിൽ മീനും ചിക്കനും ഒക്കെ വറക്കുന്നതിന് മുന്നേ മസാല തേച്ചൊന്ന് കവർ ചെയ്തിട്ടൊന്ന് ഫ്രിഡ്ജ് വെക്കത്തില്ലേ, അതേ കണക്ക് എന്നെ കഴുകുന്നതിന് മുന്നേ കുറച്ച് നേരം കവർ ചെയ്ത് ഇങ്ങനെ അടച്ച് വെക്കണമെന്ന് പറഞ്ഞ് കവറൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മുടെ മെയിൻ പരിപാടി തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ പെഡിക്യൂർ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത്. അതിന് മുന്നേ ഞാൻ എൻ്റെ കാലിൻ്റെ കോലം ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് വലിയ കുഴപ്പമില്ലല്ലോ. അത് ക്യാമറയുടെ ക്ലാരിറ്റി കൊണ്ടാ മക്കളെ, അല്ലാതെ കാല് ഫുള്ള് കുഴപ്പമാണ്. നല്ല പോലെ വെടിച്ചിറക്കമുണ്ട്, കണ്ടില്ലേ, ഫുൾ ക്രാക്സ് വീണിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പം എന്നാണ്ട് അശോചിച്ച് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാലിൽ എന്തൊക്കെയോ ലിക്വിഡൊക്കെ ഒഴിച്ചു, കുറേ പൗഡറൊക്കെ ഇട്ട്, മറ്റേ മുഖത്തിടുന്ന പൗഡറല്ല കേട്ടോ, അവരുടെ ഈ പെഡിക്യൂറിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതൊക്കെ അങ്ങോട്ട് തുടങ്ങുകയായി. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരാളുടെ കാല് പിടിക്കാൻ പോകുന്നത്. കാലുപിടി ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ വീഡിയോ ഒക്കെ എടുക്കല്ലേ, കാല് കുറച്ച് വൃത്തിയായിട്ടിരുന്നോട്ടെ എന്ന് കരുതി ഞാൻ നെയിൽ പോളിഷൊക്കെ ഇട്ടോണ്ടാ വന്നത്. പക്ഷെ അതൊക്കെ റിമൂവ് ചെയ്ത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്താണ് അവർ നമ്മുടെ കാല് നമ്മുടെ കയ്യിലോട്ട് തരുന്നത്. കാല് കൈ തരുന്നില്ല, അത് ഞാൻ ഒരു ഓളത്തിനങ്ങ് പറഞ്ഞാൽ നമ്മുടെ കാലും നമുക്ക് തന്നെ തരുന്നത് കേട്ടോ. എൻ്റെ കാലിലെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ കാലിൻ്റെ വെള്ളയിലുള്ള ക്രാക്സ് അല്ലെങ്കിൽ വെടിച്ചീറക്കം ഇല്ലേ, അതും അതിനകത്ത് ഈ അഴുക്കൊക്കെ കയറുന്നതായിരുന്നു മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാവുന്ന രീതിക്കാണ് ഞാൻ പെഡിക്യൂർ ചെയ്യാൻ വന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ കാലിലെ പ്രശ്നം ഇതായിരിക്കത്തില്ല. അപ്പോൾ അതനുസരിച്ച് ഇപ്പം നിങ്ങളുടെ കാലിൽ എന്താണ് പ്രശ്നം അതനുസരിച്ച് ഇവരുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടത് ഇപ്പം നോർമൽ പെഡിക്യൂർ ആണോ അല്ലെങ്കിൽ സ്പാ പെഡിക്യൂർ ആണോ ഡീലക്സ് പെഡിക്യൂർ ആണോ, അപ്പോൾ നിങ്ങൾക്ക് അത് അവരോട് സംസാരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ സ്പാ പെഡിക്യൂറൊക്കെ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ലപോലെ മസാജൊക്കെ കാലിന് കിട്ടി. ഇപ്പം ഒരുപാട് നിന്നൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കാലിനൊക്കെ നല്ല അടിപൊളി ഒരു മസാജ് കിട്ടുമ്പോൾ തന്നെ ഓക്കെ ആവും കേട്ടോ. പിന്നെ അതുപോലെ നല്ലപോലെ കറുത്തിട്ടുണ്ടെങ്കിൽ ഡീറ്റാനൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സ്പാ പെഡിക്യൂർ തിരഞ്ഞെടുക്കാം. പിന്നെ ചിലർക്ക് ചില പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ കാലിൽ അലർജിയും കാര്യങ്ങളൊക്കെ കാണും. അങ്ങനെയൊന്നും പേടിക്കേണ്ട, നല്ല പ്രീമിയം പ്രോഡക്ട്സ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അലർജിയോ അല്ലെങ്കിൽ ഇറിറ്റേഷനോ സ്കിൻ ഇച്ചിങ്ങോ അങ്ങനത്തെ സംഭവമൊന്നും വരത്തില്ല. നല്ല ഹൈജീനിക്കായിട്ട് നല്ല ക്ലീൻ ആയിട്ട് നല്ല പ്രീമിയം പ്രോഡക്ട്സ് ഉപയോഗിച്ചാണ് ഇവർ അവരുടെ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ.
എൻ്റെ പെഡിക്യൂർ സെഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഈ മസാജിങ് സെഷൻ ആയിരുന്നു. കാലിൽ മസാജ് ചെയ്യുമ്പോൾ ഇത്രയും മൈൻഡ് റിലാക്സ് ചെയ്യുമെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ കാലൊക്കെ നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കിട്ടുമ്പോൾ നല്ല റിലാക്സേഷൻ ആണ് കേട്ടോ. ആ ഒരു കിടിലം മസാജ് കിട്ടിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൂടെ പോയ കാര്യം എന്ന് പറയുന്നത് ഏട്ടനെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പറ്റിയിട്ട് ഡെയിലി പെഡിക്യൂറിൻ്റെ ആ ഒരു മസാജ് ചെയ്യിച്ചാലോ എന്നാണ്. കാരണം ഏട്ടനല്ലാതെ മസാജ് ചെയ്യുമ്പോൾ വല്ല ഞരമ്പും പഠിച്ചാലോ എന്ന് ഞാൻ ഇടയ്ക്കും കരുതാറുണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് ചെയ്യുന്നവർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മളുടെ ആ ഒരു കാലിൽ പാക്കൊക്കെ ഇട്ടു, എല്ലാം അടിപൊളിയായിട്ട് വാഷൊക്കെ ചെയ്ത് നമുക്ക് കിടിലം ഒരു നെയിൽ പോളിഷൊക്കെ ഇട്ട് തരുമ്പോൾ കാലിൻ്റെ ഒരു ഭംഗി കണ്ടില്ലേ ഗൈസ്, അടിപൊളിയല്ലേ. ദൈവമേ, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കാല് ഇത്രയും വൃത്തിയായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ് കരുതിയത്. അതെൻ്റെ കഴിവുകേടാണോ ഇവരുടെ കഴിവാണോ എന്ന് ഞാനൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാലൊക്കെ അടിപൊളിയായിട്ട് കിട്ടി. ഞാനൊരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇവിടെ കൊടുത്തിരിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കാലിൽ കിടിലം പെഡിക്യൂർ മസാജൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹെയറിൽ ഹെന്നയൊക്കെ വാഷ് ചെയ്ത് ദാണ്ട് ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉണക്കിയൊക്കെ കഴിഞ്ഞ് ഞാൻ ആ ഒരു ഒരു വൈറ്റ് ഹെയർസ് അല്ലെങ്കിൽ എൻ്റെ നര എന്തായെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഡെയിലി ഹെന്നയൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ പരിപാടിയൊക്കെ ഇതൊക്കെ എന്തും തോന്നും. പക്ഷേ എനിക്ക് ആ ഒരു ചേഞ്ച് അടിപൊളിയായിരുന്നു. കണ്ടില്ലേ, ആ വൈറ്റ് ഹെയർസൊക്കെ നല്ല അടിപൊളി ഒരു റെഡ് കളറായിട്ടുണ്ട്. എനിക്കിത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ അടുത്ത വന്ന ചിന്തയെന്ന് പറയുന്നത് ഹെയർ കളർ ചെയ്യണമെന്നാണ് കേട്ടോ. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കളർ. എനിക്ക് തോന്നുന്നത് ഒരു ബർഗണ്ടി കളറാണെന്ന് തോന്നുന്നു. എനിക്കിനി അടുത്ത് ഹെയർ കളർ ചെയ്യണമെന്നൊരു ആഗ്രഹത്തോടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി ആയിരുന്നു ആ ഒരു ദിവസം മൊത്തം. ഞാൻ വീട്ടിൽ അനിയനെയും അമ്മയും ഏട്ടനെയൊക്കെ കൊണ്ടുവന്ന് എൻ്റെ തലയിൽ കളർ വന്നാൽ കൊള്ളാവോ, സൂപ്പറാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഉടനടി നമ്മൾ ഇനി നമ്മുടെ വൃന്ദയുടെ മന്ത്രയിൽ വരും. എന്തിനാണെന്ന് ചോദിച്ചാൽ ഹെയർ കളർ ചെയ്യാൻ. നടക്കട്ടെ, വീട്ടിൽ പോയി ഏട്ടനെ പിഴിയണം. അപ്പോൾ എന്തായാലും അടിപൊളി ഒരു ദിവസമായിരുന്നു. എല്ലാവരും നമ്മുടെ മന്ത്ര വിസിറ്റ് ചെയ്യണം. അടിപൊളി ഓഫേഴ്സ് ഇത് കണക്ക് വീക്കിലി മന്ത്ലി ഓഫേഴ്സൊക്കെ ഇടാറുണ്ട്. അപ്പോൾ നമ്പറൊക്കെ സേവ് ചെയ്തിട്ട് വൃന്ദയെ ഒന്ന് കോൺടാക്ട് ചെയ്ത് വെച്ചേരെ. വെറുതെ അവരുടെ ഓഫേഴ്സ് ഒന്നും മിസ് ചെയ്യണ്ട കേട്ടോ. അപ്പം ഞാൻ നേരെ ഒരു ഓട്ടോ പിടിച്ചിന് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.